ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമെന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ കാണുന്നു. ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണം. അതായത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും സത്യത്തിൻ്റെ പ്രകാശം ലഭിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. നാം ഇരുട്ടിൽ നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതായത് ഒരാളും ഇരുട്ടിൽ നടക്കരുത്. വെളിച്ചം വരുമ്പോഴാണ് ഇരുട്ടിൻ്റെ അപകടങ്ങളെ നാം തിരിച്ചറിയുന്നത്. ഏതു മനുഷ്യനും പ്രകാശം ആവശ്യമാണ്. സങ്കീർത്തനം 119 കാണുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഒരിക്കൽ കുട്ടനാട് ഉള്ള ഒരു വീട്ടിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് രാത്രി ഒരു 10 മണിയായി കാണും. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇന്നത്തെ പോലെ മൊബൈലിൽ ടോർച്ചൊന്നുമില്ല. അപ്പോൾ അവർ തന്നൊരു ടോർച്ചുണ്ട്. അത് ആ സെൽ ബാറ്ററി ഇടുന്ന ഒരു ടോർച്ചാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് വെറുതെ കളയണ്ടല്ലോ, കുത്തി ചാർജ് ചെയ്യുന്നതുമല്ല. നമ്മളിത്തിരി പിശുക്കും. അത് ഓൺ ചെയ്യാതെ ഇടയ്ക്കൊന്ന് ഓൺ ചെയ്യും, പിന്നെയും നടക്കും. ഇരുട്ടാണ്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് വെറുതെ ഒന്ന് ഓൺ ചെയ്യാൻ തോന്നി. ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ വണ്ണമുള്ള ഒരു മൂർഖൻ പാമ്പ് വട്ടം കിടക്കുകയാണ്. ഒരു ചെറിയ ഇടവഴിയാണ്, മാറിപ്പോകാനായിട്ട് ഒരു മാർഗവുമില്ല. അതായത് ഒരു 3 അടി പാതയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇരുവശത്തും ചെടികളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം വെള്ളമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ റോഡിൻ്റെ വട്ടം ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അടുത്ത കാലെടുത്ത് വെച്ചാൽ ഈ മൂർഖൻ പാമ്പിൻ്റെ ഒത്ത നടുക്കായിരിക്കും. കടി ഉറപ്പാണ്. എന്നാൽ ആ ഒരു സെക്കൻഡിൽ അടിച്ച വെട്ടമാണ് എടുത്തു വെച്ച കാല് പുറകോട്ടെടുക്കാൻ എന്നെ സഹായിച്ചത്. കാലെടുത്ത് വെച്ചെങ്കിൽ കടി ഉറപ്പാണ്. വലിയൊരു ഭയങ്കര വലിപ്പമുള്ള ഭയങ്കര വിഷമുള്ളൊരു മൂർഖൻ പാമ്പ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വെളിച്ചത്തിന് എത്ര ശക്തിയാണ്. ഒരു വെളിച്ചമാണ് ആ മുന്നോട്ടെടുത്ത് വെച്ച അടുത്ത സ്റ്റെപ്പ് അത് നിലത്ത് ചവിട്ടാതെ പുറകോട്ടെടുത്തത്. ഇതുപോലെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. ഏതു മനുഷ്യനെയും അനർത്ഥത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് വിടുവിക്കുന്നത് വെളിച്ചമാണ്. ദൈവവചനം ഒരു വെളിച്ചമാണ്. ഇത് നമ്മുടെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. നമ്മൾ ഓരോ ചുവടെടുത്ത് വെക്കുമ്പോഴും ഈ വെളിച്ചമാണ് നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. യോഹന്നാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ലെന്ന്. സത്യത്തിൽ, വെളിച്ചത്തിൽ, വചനത്തിൽ ഇതെല്ലാം ഒന്നാണ്. യേശുവിൽ നടക്കുക, വചനത്തിൽ നടക്കുക. ദൈവവചനത്തിൽ നടക്കുന്ന ആരും ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും അബദ്ധത്തിൽ എടുത്തു വയ്ക്കില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളൊരു സന്ദേശം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ജീസസ് എവരി ഡേയിലൂടെ തന്നെ നിങ്ങളുടെ ഓരോ ചുവടുകളും ജയമായി തീരും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ചേർന്ന് പാടി ആരാധിക്കാം. तुझे छोड़ में चल पड़ा, ढूंढने घर हर जगह, खोज में को गया, खुद को पहचाना सका, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे। पापा पापा बेटा मैं तेरा, पापा
तुझे छोड़ मैं जाऊं कहाँ, तू ही तो घर है मेरा, नादा मुझे पदा, बेटा में था ही तेरा, नजर तेरी कभी ना हटी, महफूज हूँ तेरी परछाई में, नजर तेरी कभी ना हटी, महफूज हूँ तेरी परछाई में। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों के पुतली हूँ पापा, मैं आंखों के पुतली हूँ पापा, तेरी आंखों के पुतली हूँ पापा, तेरी आंखों के पुतली हूँ पापा। पराया न हूँ मैं, टुकराया न तूने, शर्मिंदगी से निकाला है तूने, पराया न हूँ मैं, टुकराया न तूने, शर्मिंदगी से निकाला है तूने, गले लगा कर चूमा मुझे, मेरा लता हटा कर लबादा दिया, गले लगा कर चूमा मुझे, मेरा लता हटा कर लबादा दिया। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों के पुतली हूँ पापा, मैं आंखों के पुतली हूँ पापा, तेरी 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 आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ पापा। ഒരു വിശ്വാസിയുടെ മാന്യതയെക്കുറിച്ചൊക്കെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവാകുന്ന മുന്തിരിവള്ളിയിലെ ഏറ്റവും ഫലമുള്ള ഒരു കൊമ്പാണ് ഞാനും നിങ്ങളും. അങ്ങനെ തന്നെയായിരിക്കണം, എന്നും അങ്ങനെയാകട്ടെ, നിന്ന് ഫലം കായ്ക്കണം. മുന്തിരിവള്ളി ഉള്ള കാലത്തോളം ഈ കൊമ്പും ഉണ്ടായിരിക്കും. മുന്തിരിവള്ളി എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ കൊമ്പുമുണ്ട്. മുന്തിരിവള്ളിക്ക് എത്ര കാലം ഫലം ഈ കൊമ്പിലേക്ക് കൊടുക്കാൻ കഴിയുമോ അത്രയും കാലം ഈ കൊമ്പിനും ഫലം കായ്ക്കാൻ കഴിയും. മുന്തിരിവള്ളിയാണ് തീരുമാനിക്കുന്നത് എത്ര ഫലം പുറപ്പെടുവിക്കണമെന്ന്. കൊമ്പിൻ്റെ ജോലി വെറുതെ ചേർന്നിരുന്നാൽ മതി. ഭൂമിയിലുള്ള മൂലകങ്ങൾ, അതിനകത്തുള്ള പൊട്ടാസ്യം, സൾഫർ, മാഗ്നീഷ്യം എന്ന് വേണ്ട എന്തെല്ലാം സംഗതികൾ ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കണമോ അത് തീരുമാനിക്കുന്ന മുഴുവനും മുന്തിരിവള്ളിയാണ്. കൊമ്പിന്
ഒരു ജോലിയുമില്ല. പറ്റിച്ചേർന്ന് വസിക്കുക. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. ഒറ്റ ജോലി മാത്രമാണ് 15 അധ്യായത്തിൽ നിന്ന് യോഹന്നാനിൽ പറയുന്നത്, പറ്റിച്ചേർന്നിരിക്കുക. ഒരു നിമിഷത്തേക്ക് പോലും നീങ്ങിപ്പോകരുത്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന മനസ്സും ചിന്തകളും ഹൃദയവും എപ്പോഴും കർത്താവിലായിരിക്കുവാൻ, അതായത് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മയെല്ലാം കർത്താവ് ശ്രദ്ധിക്കുകയാണ്. ഏകാഗ്ര ചിത്തരായി കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു തലമുറയായി നമുക്ക് തീരാം. യോഹന്നാൻ 15:18 ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയണം. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നമ്മൾ ഇഷ്ടപ്പെടും. നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതായത് ദൈവം തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്, ഇനി നമ്മൾ ലോകക്കാരായിരിക്കരുത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നാം ലോകക്കാരായി ജീവിക്കരുത്. ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ പോകരുത്. നാം മാനസാന്തരപ്പെട്ടവരാണ്, അതായത് മനം തിരിഞ്ഞവരാണ്. ലോകത്തിൻ്റെ ചിന്താഗതികളിൽ നിന്ന് മാറിയവരാണ്. നമ്മൾ പുതിയ തുരുത്തിയാണ്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് വെച്ചാൽ അതെല്ലാം തുരുത്തി പൊളിഞ്ഞ് ഒഴുകിപ്പോവും. കാരണം പഴയ കാലത്ത് തുകൽ കുടങ്ങളിലാണ് വീഞ്ഞ് വെക്കുന്നത്. അപ്പോൾ ആദ്യം പകർന്നു വെച്ച വീഞ്ഞ് നിമിത്തം ഈ തുകൽ കുടങ്ങൾ വലുതായി. ഇനി അതിനെ പുതിയ തുരുത്തിയാക്കാൻ, കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു കേട്ടു, ഇതിനെ വളരെയധികം വെള്ളത്തിലൊക്കെ മുക്കി കുറേ കാര്യങ്ങൾ ചെയ്ത് വെയിലത്തിടും, വെള്ളത്തിൽ മുക്കും, വികസിപ്പിക്കും, വെയിലത്തിടും. അങ്ങനെ അതിന് വികസിക്കാവുന്ന നിലയിൽ പുതിയതാക്കിയെടുക്കുക. അപ്പോൾ പുതുതാക്കിയെടുക്കണം, പഴയ തുരുത്തിയെ മാറ്റുകയല്ല. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നാം പുതിയതായി മാറി. നമുക്കൊരിക്കലും നമ്മെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. എന്നാൽ കർത്താവിന് നമ്മെ പുതുതാക്കിയെടുക്കാൻ കഴിയും. ഒരുവൻ യേശുവിലായാൽ, 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. സകലതും പുതുതായി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി മാറും. ആ ഒരു അനുഭവം യെശയ്യാവിൽ പറയുന്നു, പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പഴയത് മറക്കുക, ഒരു പുതിയ തുടക്കം. ലോകത്തെ മറക്കണം, ലോക ജീവിത ശൈലി തന്നെ മറക്കണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ മദ്യപിക്കാം, പാപം ചെയ്യാം, സാധാരണ മനുഷ്യർ, ലോക മനുഷ്യരെ പോലെ നമുക്ക് ജീവിക്കാം. എന്നാൽ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ലോകം നമ്മെ പകയ്ക്കും. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തങ്ങൾക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അവര് നമ്മളെത്ര ഉപകാരം ചെയ്താലും അവർ നമ്മളെ സ്നേഹിക്കണമെന്നില്ല. ഒരകലം എങ്ങനെയൊക്കെയാണെങ്കിലും അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്തവരെന്നും വിശ്വാസികളെ ഒരകലത്തിലേക്കാണ്. നല്ല രീതിയിൽ ഒരിക്കലും ഒരു ദൈവ പൈതലിനെ ലോകം നല്ല രീതിയിൽ കാണുകയില്ല. ഒരു സീസണിൽ അത് കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന രീതിയിൽ കാണില്ല. ഒന്നിൽ ഏറ്റവും മോശക്കാരായിട്ട് കാണും, അല്ലെങ്കിൽ ഏറ്റവും ഹൈ എൻഡിൽ കാണും. അവരൊക്കെ വലിയ ആൾക്കാർ, അവരൊക്കെ പ്രാർത്ഥനയിലൂടെ ഉയർന്നവർ, നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അങ്ങനെ അവർ പറയും. അല്ലെങ്കിൽ പറയും അവർ നമ്മുടെ കൂടെ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് ഒരു തെറ്റായ വഴിയിൽ പോയവർ, ഗതികെട്ടവർ. ഈ 2 വാർത്തകൾ
ഒരിക്കലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ പിശാച് ഒരിക്കലും അങ്ങനെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കേണ്ടവർക്ക് ന്യായവിധി വരേണ്ടതിന് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് അവർക്ക് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്നാണ് തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. സത്യത്തിൽ വിശ്വസിക്കരുത്, അനീതിയിൽ വിശ്വസിക്കണം. അപ്പോൾ ബോഷ്ക്ക് വിശ്വസിക്കുമാറ് ഒരു വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി, ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് ശരിയായത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ പിശാച് അവരുടെ ബുദ്ധിയെ മറ്റൊന്നാക്കി മാറ്റും. എന്നാൽ രക്ഷിക്കപ്പെട്ട ജനം, യേശുവിലായ ജനം, കർത്താവ് തിരഞ്ഞെടുത്ത ജനം, പുതിയ തുരുത്തിയായ ജനം, യേശുവിൻ്റെ കൊമ്പുകളായിരിക്കുന്ന ജനം, നല്ല വക മുന്തിരിവള്ളി അല്ലെങ്കിൽ നല്ല വകയായി കർത്താവ് തിരഞ്ഞെടുത്ത ജനം, ആ വിളിയും തിരഞ്ഞെടുപ്പുമാണ് അതിലെ പ്രധാനം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. ആ പടകിൽ കയറി കർത്താവ് വിളിച്ചു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞു ശിമോനോട്. ശിമോൻ എന്താ പറഞ്ഞത്? കർത്താവേ, പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകണമേ എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാ. ബെർയോനാ ശിമോനെ, നീ പത്രോസ് ആകും. കേഫ, പാറക്കഷണമാ, ഉറപ്പുള്ളവനാകും. മറ്റുള്ളവരെ കൂടി ഉറപ്പിക്കും. എന്നാൽ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും. അതായത് മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന, ആദ്യം പോകും, പിന്മാറ്റത്തിലൊക്കെ നീ പോകും, എന്നാൽ നീ തിരിഞ്ഞു വരും. കർത്താവ് ഒരുത്തനെ തിരഞ്ഞെടുത്താൽ കർത്താവ് അവനെ വിടില്ല. അവൻ്റെ പുറകെ നടന്ന് അവനെ പണിതെടുത്ത് അവനെ കൊള്ളാകുന്നവനാക്കും. കാരണം ലോകവും അതിൻ്റെ മോഹവും അവനെ പിടിക്കും. വശീകരണങ്ങൾ അവനുണ്ടാകും. ലോകം പലതരത്തിൽ അവനെ ചതിക്കാൻ നോക്കും. അല്ല, അവിടെ നിന്നെല്ലാം കർത്താവ് അവൻ്റെ പുറകെ നടന്ന് അവനെ പുറത്തു കൊണ്ടുവരുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ പത്രോസിൻ്റെ ചരിത്രം. പിന്മാറ്റത്തിൽ പോയിട്ട് രാത്രി മുഴുവൻ അധ്വാനിക്കുമ്പോൾ ഒന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ, വീശിക്കൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല കർത്താവേ, അല്ലെങ്കിൽ ഇല്ല. അവർക്ക് കർത്താവാണെന്നൊന്നും അറിയില്ല. പടകിൻ്റെ വലതുഭാഗത്ത് വീശുവിൻ എന്ന് പറയും. വീശി പെരുത്ത മീൻകൂട്ടം, 153 വലിയ മീൻ ആ വലയിൽ കിട്ടി. ഈ വലിയ മീൻപിടുത്തത്തിൽ അവർക്ക് ഭയമുണ്ടായപ്പോൾ ഉടനെ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. അവർക്ക് മനസ്സിലായി കർത്താവ് വിടില്ല. എത്ര പിന്മാറിപ്പോയാലും വിശ്വാസത്തിൽ ഒരാളെ കർത്താവ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവനെ എല്ലാ നിലയിലും മടക്കിയെടുക്കുന്ന ഒരു എൻകൗണ്ടർ, ഒരു സന്ദർശനം, ദൈവത്തിൻ്റെ കൂട്ടിമുട്ടൽ അവനുണ്ടാകും. പല സമയത്ത് അവനുണ്ടാകും. ഒരുവൻ വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പോയതായിട്ട് കണക്കിൽ നമ്മൾ പെടുത്തരുത്. അവൻ ഇനിയും തിരിച്ചു വരും. കാരണം ഒരിക്കൽ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. അതിന് ചിലർ തള്ളിക്കളയാൻ ചിന്തിക്കുന്ന വാക്യം, ഈ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ച ശേഷം ഒരുത്തൻ പിന്മാറിപ്പോയാൽ മടക്കി വരുത്താൻ സാധ്യമല്ല എന്ന എബ്രായ ലേഖനത്തിലെ വാക്യമൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒരുവൻ വിശ്വാസത്തിൽ വന്നാൽ അവൻ പിന്മാറിപ്പോയാലും അവന് തിരിച്ചു വരാനുള്ള അനവധി സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരാൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് അകന്ന് നിൽപ്പുണ്ടെങ്കിൽ, ലോകത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ലോകത്തിൽ ഒരു സുഖവും കിട്ടില്ല. വിശ്വാസത്തിൽ വന്ന ഒരാൾ പിന്മാറിപ്പോയാൽ, ലോകത്തിലേക്ക് പോയാൽ, ലോകക്കാരനായിട്ട് ജീവിക്കാൻ അവന് കഴിയില്ല. കാരണം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുന്നു, കണ്ടെത്തുന്നില്ലെന്ന്. തിരിച്ചു വന്നപ്പോൾ വൃത്തിയായിട്ടിരിക്കുന്നു. അത് പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കളെ കൂടി കൂട്ടി ഈ വ്യക്തിയിൽ വരുമെന്ന്. അവൻ്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടമായിരിക്കും. അതായത് വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോകുന്നവൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ അധോഗതിയാണ്.
7 മടങ്ങ് പിശാച്. ഒരിക്കലുണ്ടായതിൻ്റെ 7 മടങ്ങായിരിക്കും അവൻ ചെയ്യുന്ന പാപവും അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും. അവൻ്റെ എല്ലാ അവസ്ഥകളും നാശമായിരിക്കും. അതുകൊണ്ട് അവനെ മടക്കി എടുക്കാനുള്ള പാട്, ഇത്രയും ഭൂതത്തെ അവനിൽ നിന്ന് പുറത്താക്കണം. യേശുവിനെ അറിഞ്ഞു പോകുന്ന ഒരാൾ, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോകുന്ന ഒരാൾ, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ മടങ്ങി വരും. അവൻ ലോകക്കാരനായി ഇരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുന്ന, ലോകക്കാരനായിട്ട് ആരും ഇരിക്കുന്ന കർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടങ്ങളിൽ, നമ്മുടെ അറിവിൽ ആരൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ട് പുറകോട്ട് പോയോ അവരെ എല്ലാം ഓർത്ത് അവരെ കൈവിട്ട് കളയാം. നമ്മൾ പുതിയ ആൾക്കാരെ രക്ഷയിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നതിൽ പിന്മാറ്റക്കാർ, അവരെ ഒരിക്കൽ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. അവരെ വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാനോ, നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാനോ, കൈത്താങ്ങൽ കൊടുക്കാനോ ഒരുപക്ഷെ ആരുമില്ലാതെ പോയതായിരിക്കാം. നല്ല ചർച്ച ലഭിച്ചില്ലായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റർമാരിൽ നിന്ന് അവർക്കുണ്ടായ തിക്തമായ അനുഭവം, സഭയിൽ വെച്ച് അവർ നേരിട്ട വലിയ വേദനകൾ, ഇതൊക്കെ അവരെ പിന്മാറ്റിക്കളയാം. അതുകൊണ്ട് അവരെ ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരുടെ കരുണ ചെയ്യുവനെന്നാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്. എത്ര കുറ്റക്കാരാണെങ്കിലും ചിലരോട് കരുണ കാണിച്ചേ മതിയാവും. ലോകക്കാരനായി ഇരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വിലപ്പെട്ടവരാണ് നാം. നാം ലോകക്കാരായി ഇരിക്കാൻ പാടില്ല. അങ്ങനെ പോകാൻ ദൈവം വിടില്ല. പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ കർത്താവിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ആരെങ്കിലും അവസ്ഥയിലുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരണം. നിങ്ങൾ ആരെങ്കിലും ലോകത്തിൽ, പാപത്തിൽ, സാധാരണ മനുഷ്യനെ പോലെ ദൈവ പൈതലിൻ്റെ യോഗ്യതയിൽ അല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, കർത്താവുമായിട്ടുള്ള ബന്ധമില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശത്തിൽ നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്ക് വിടുതൽ ഉറപ്പാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്തിൽ ഇരിക്കാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കുന്നില്ല. മടങ്ങി വാ. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ കൃപ അനുഭവിച്ച ശേഷം പിന്മാറിപ്പോയവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത് ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ ലോകത്തിലാണ്, അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൂരെ പോയവരാണ്, അപ്പൻ്റെ വീട്ടിൽ നിന്ന് പന്നിക്കൂട്ടിലേക്ക് പോയവരാണ്. മടങ്ങി വരാനുള്ള സമയമായല്ലോ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന പലരും ഈ ഒരു പ്രാർത്ഥനയിലൂടെ മടങ്ങി വരട്ടെ, യേശുവിലേക്ക് തിരിയട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായല്ലോ, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലല്ലോ. കർത്താവിലേക്ക് തിരിഞ്ഞു വരാൻ ഈ ഒരു സന്ദേശം ഇവർക്ക് കാരണമാകട്ടെ. ഇവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറട്ടെ. അതുപോലെ ശ്രദ്ധിക്കുന്ന പലരും പഴയ പ്രാർത്ഥനയിൽ നിന്ന് ദൂരെ പോയ, പഴയ വിശ്വാസത്തിൽ നിന്ന്, ഉണർവിൽ നിന്നും ദൂരെ പോയവർ എല്ലാം മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഉപകരണമായി അവർ തീരട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കും. ഒരിക്കലും ഈ ലോകത്തിൽ ജീവിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കാൻ, ധാരാളം ഫലം കായ്ക്കാൻ യേശു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. രാവിലെ 10:30 കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.